ഒരിടത്തൊരിടത്തൊരു ആമയും രണ്ടരയന്നങ്ങളും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. കഥകളൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ച് സന്തോഷത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത്. ഈ ആമ ഭയങ്കര സംസാരപ്രിയനായിരുന്നു. എന്തു കണ്ടാലും അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ഒരു വർഷം ആ സ്ഥലത്ത് മഴ പെയ്തില്ല. ചൂട് കൂടിയപ്പോൾ അവിടുത്തെ കുളത്തിലെ വെള്ളം വറ്റാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് അവർക്ക് മനസ്സിലായി. വെള്ളമുള്ള എവിടേക്കെങ്കിലും പോകണം. അരയന്നങ്ങൾക്ക് പറക്കാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് എളുപ്പത്തിലങ്ങ് പോകാം. എന്നാൽ ആമ അങ്ങനെയല്ലല്ലോ. കൂട്ടുകാരനെ കളഞ്ഞിട്ട് പോകാനായിട്ട് അവർക്ക് മനസ്സും വരുന്നില്ല. എന്താണ് ഒരു പോം വഴിയെന്ന് കുറേ നേരം അവർ ആലോചിച്ചു. അപ്പോഴാണ് ആമയ്ക്കൊരു ബുദ്ധി തോന്നിയത്. അവൻ അരയന്നങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു ചെറിയ കമ്പ് എടുത്തുകൊണ്ട് വാ. അതിൻ്റെ 2 അറ്റവും നിങ്ങൾ കടിച്ചു പിടിച്ച് പറക്കണം. ഞാൻ കമ്പിൻ്റെ നടുക്ക് കടിച്ചു പിടിച്ച് കിടന്നോളാം. അത് കൊള്ളാമെന്ന് അരയന്നങ്ങൾക്കും തോന്നി. അവരപ്പോൾ ആമയുടെ അടുത്ത് പറഞ്ഞു, നിന്റെ ബുദ്ധിയൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് നീ ഒരു ഉറപ്പ് തരണം. പറന്നു പോകുന്ന വഴിയിൽ പലതും കാണും. ഒരു കാരണവശാലും നീ വാ തുറക്കരുത്. താഴെ വീണാ നിന്റെ പൊടി പോലും കിട്ടില്ല. ആമ ഭയങ്കര സംസാരപ്രിയനാണെന്ന് ഇവർക്കറിയാമല്ലോ. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ആമ ഉടനെ പറഞ്ഞു, ശരി ശരി, ഞാൻ മിണ്ടാതെ കടിച്ചു പിടിച്ച് കിടന്നോളാം. അരയന്നങ്ങൾ അപ്പോൾ തന്നെ പോയിട്ട് ഒരു ചെറിയ കമ്പുമായിട്ട് വന്നു. അവരങ്ങനെ യാത്ര ആരംഭിച്ചു. പല സ്ഥലങ്ങളിൽ കൂടെ അവർ പറന്നുപോയി. അങ്ങനെ ഒരു ഗ്രാമത്തിന് മുകളിൽ കൂടെ പറക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇവരെ കണ്ടു. അവർ വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദാ അങ്ങോട്ട് നോക്കിക്കേ, 2 അരയന്നങ്ങൾ ഒരു ആമയും കൊണ്ട് പറക്കുന്നു. ഈ അരയന്നങ്ങൾ വളരെ ബുദ്ധിമാന്മാർ തന്നെയല്ലേ? ആൾക്കാർ ഈ പറയുന്നതെല്ലാം ആമ കേൾക്കുന്നുണ്ടായിരുന്നു. അവനപ്പോഴേക്കും ദേഷ്യം വന്നു. ബുദ്ധി എൻ്റേത്, എന്നാൽ പ്രശംസ മൊത്തം ഇവന്മാർക്കാണല്ലോ. വിവരമില്ലാത്ത മനുഷ്യർ. അരയന്നങ്ങൾ പറഞ്ഞ മുന്നറിയിപ്പൊക്കെ മറന്ന് അവൻ സംസാരിക്കാൻ വേണ്ടി വായങ്ങ് തുറന്നു. അപ്പോൾ പെട്ടെന്ന് കമ്പിൽ നിന്ന് പിടിവിട്ട് ആമ താഴേക്കങ്ങ് വീണു. താഴെ വീണ് ആമയ്ക്ക് നന്നായിട്ട് പരിക്ക് പറ്റി. ഇത് കണ്ട് ആൾക്കാരെല്ലാവരും കൂടെ ആമയുടെ അടുത്തേക്ക് ഓടിക്കൂടി. പാവം അരയന്നങ്ങൾ എന്ത് ചെയ്യാനാ? അവർ വിഷമത്തോടെ തങ്ങളുടെ കൂട്ടുകാരനെ കുറച്ചു നേരം നോക്കി നിന്നു. ആമയ്ക്ക് പരിക്ക് പറ്റി കിടക്കുന്നത് കൊണ്ട് അവനെയും കൊണ്ട് ഇനി പറന്നു പോകാനും പറ്റില്ല. അവർ പരസ്പരം പറഞ്ഞു, അവനോട് അപ്പോഴേ പറഞ്ഞതാ വാ തുറക്കരുതെന്ന്. അത് കേട്ടിരുന്നെങ്കിൽ അവൻ ഈ ഗതി വരുമായിരുന്നോ? വേറെ വഴിയൊന്നുമില്ലാത്തത് കൊണ്ട് ആമയെ അവിടെ ഉപേക്ഷിച്ച് അരയന്നങ്ങൾ അവരുടെ യാത്ര തുടർന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടും.